ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ സീലിങ്ങിൻ്റെ അകത്ത് നമ്മൾ സീലിങ്ങിൻ്റെ പാനൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വയർ വലിക്കുന്നത്, അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ. ഇതൊരു ഹാളിലാണ് വരുന്നത്. ഹാളിൻ്റെ അകത്ത് വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമേ തന്നെ ഇതിനൊരു ഡിസൈൻ തയ്യാറാക്കണം. എവിടെയൊക്കെ ലൈറ്റ്സ് വേണം നമ്മൾ ആദ്യമേ തന്നെ തീരുമാനം എത്തിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ഡൈനിങ്ങും ചെറിയൊരു ഏരിയ, അത്യാവശ്യം ചെറിയൊരു ഹാളും കൂടി വരുന്നതുകൊണ്ട് 2 ഫാൻ ഇടാനുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 2 ഫാനിൻ്റെ ഓപ്ഷനിൽ ചെറിയ സ്ക്വയർ അടിച്ചിട്ട് അതിനുള്ളിൽ LED സ്ട്രിപ്പ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കോർണറിൽ വരുന്ന LED സ്ട്രിപ്പുകൾ പാനൽ ലൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ സീലിങ്ങിൻ്റെ അകത്തേക്കടെ മൊത്തം ജംഗ്ഷനുകൾ ഇട്ട് പൈപ്പിന് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വയറിങ് നമുക്ക് വളരെ സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ലീഡ് വലിച്ചെടുക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യമേ തന്നെ വയറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൈപ്പ് നേരെ സീലിങ്ങിലേക്ക് മുകളിലേക്ക് ഒരു പൈപ്പ് പൊക്കി നിർത്തണം. അതിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന കേബിളുകളെല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോർണറുകൾ നമ്മൾ തീരുമാനിച്ച ലൈറ്റുകളെല്ലാം വേണമെങ്കിൽ ഒറ്റ സ്വിച്ചിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ 2 ലൈറ്റിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ നമ്മൾ LED സ്ട്രിപ്പ്, ഈ LED സ്ട്രിപ്പ് സെപ്പറേറ്റ് ഒരു മാർക്കിങ് കാണിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ LED സ്ട്രിപ്പിന് കണ്ടോ, ആ LED സ്ട്രിപ്പ് ആണ് വ്യക്തമായിട്ട് മനസ്സിലാവാൻ നമ്മുടെ ഫ്ലെക്സിബിൾ ഹോസുമേ ഒരു റെഡ് ടേപ്പ് ചുറ്റിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് സീലിംഗ് മുകളിൽ അടിച്ചു പോകുന്ന സമയത്ത് അവർ LED സ്ട്രിപ്പാണ്. അപ്പോൾ LEDയുടെ പൊസിഷൻ കോലൈറ്റ്സ്, അതായത് LED സ്ട്രിപ്പ് അടിക്കേണ്ട ഏരിയകൾ എവിടെയാണ് അവിടേക്ക് കറക്റ്റായിട്ട് തുളച്ചിടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ മാർക്കിങ് മാത്രം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പിന്നെ അതുപോലെ മാറ്റി വരുന്ന ലൈറ്റുകളെല്ലാം തന്നെ നമ്മുടെ സൈഡ് ലൈറ്റുകളാണ് വരുന്നത്. അപ്പോൾ സൈഡ് ലൈറ്റുകൾ നമ്മൾ ഇതുപോലെ തന്നെ 20 mm പൈപ്പും 2 വേ ജംഗ്ഷൻ, 3 വേ ജംഗ്ഷൻ, 4 വേ ജംഗ്ഷൻ ഇങ്ങനെ ജംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. വയർ നമുക്ക് ഈ പൈപ്പുകളെല്ലാം തന്നെ ഇതിൻ്റെ മുകളിലൂടെ സീലിങ്ങിൻ്റെ ചാനലിൻ്റെ മുകളിലൂടെ കയറ്റിയിട്ടതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് വയർ വലിച്ചെടുക്കാനും സാധിക്കും. നമ്മൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ 2 ലീഡ് കണ്ടിട്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിൽ നമുക്കൊരു LED സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ LED സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ലീഡായിട്ട് ഒറ്റ സ്വിച്ചിൽ വേണം ഈ ലൈറ്റുകളെല്ലാം തെളിയിക്കാം. അതല്ലെങ്കിൽ ഒന്നരാടം ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ വേണമെങ്കിൽ 2 ലീഡ് വലിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്ക് എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് തെളിക്കേണ്ട ആവശ്യം വരുന്നില്ലെങ്കിൽ ചെറിയ കുറച്ച് ലൈറ്റുകൾ തെളിക്കുന്ന ഒന്നരാടം ഗ്യാപ്പ് ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ സൈഡിൽ കൊടുക്കുന്ന ലൈറ്റുകളുടെ സ്വിച്ചിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ ഒരെണ്ണം നീല, ഒരെണ്ണം മഞ്ഞ, അങ്ങനെ സെപ്പറേറ്റ് മാറിയാണ് വന്നിരിക്കുന്നത്. അതായത് ഒന്നരാടം ഗ്യാപ്പിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ലത് 4 കോർണറിലും കൊടുത്തു. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ സെൻറ്ററിലും ഈ 2 വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ വരുന്ന സമയത്ത് 4 കോർണറിലും ഒരു റൂമിൻ്റെ പിന്നെ സെൻറ്ററിൽ 2 ഈക്വൽ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫാൻ്റെ 2 ഓപ്ഷൻ വരുന്നതാണ് ഈ കാണുന്ന 2 തൂങ്ങി കിടക്കുന്നത്. ആ ഫാൻ്റെ ഓപ്ഷനിലേക്ക് റോഡ് ഓൾറെഡി ഇട്ടിട്ടാണ് അതിൻ്റെ സൈഡിൽ ഫാൻ്റെ സൈഡിൽ LED സ്ട്രിപ്പ് വരുന്നുണ്ട്, ചെറിയൊരു കോളം വരുന്നുണ്ട്. ആ LED സ്ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് LED സ്ട്രിപ്പിന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ച പോലെ തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലൈറ്റുകളുടെ ലീഡുകളെല്ലാം ഇറക്കിയിരിക്കുന്ന സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. ആ ലീഡുകളാണ് ഈ എല്ലാം വന്നിരിക്കുന്നത് കണ്ടോ. അതായത് ന്യൂട്രൽ നമുക്ക് വേണമെങ്കിൽ 1-2 ന്യൂട്രൽ ഇടാൻ. കാരണം LED ഹൈ വാട്ട് ആണെങ്കിൽ ലോ വാട്ട് ആണെങ്കിലും നമുക്ക് എല്ലാം പിന്നീട് ഒരു മെയിൻ്റനൻസ് നടക്കാത്തതുകൊണ്ട് ന്യൂട്രൽ എണ്ണം കൂട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കണം. സീലിംഗ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ബോക്സിൽ നിന്ന് മുകളിലേക്ക് സീലിങ്ങിൻ്റെ താഴെയായിട്ട് ഏറ്റവും മുകളിലേക്ക് സീലിംഗ് വരുന്നത് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ചിന് താഴേക്ക് മാക്സിമം, അല്ലെങ്കിൽ 2 ഇഞ്ച് ചേർത്തേക്കാണ് അവർ സീലിംഗ് അടിക്കുന്നത്. അപ്പോൾ അത്രയും ടൈറ്റ് ചെയ്ത്, അതായത് വാർക്കയോട് മുട്ടിച്ച് നമ്മളൊരു പൈപ്പ് ഒരു ബെൻഡ് വെച്ച് നിർത്തി കഴിഞ്ഞാൽ അതിലൂടെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 4 വേ ജംഗ്ഷൻ വെച്ചിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നേരെ ബോക്സിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് വരാവുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്കിപ്പോൾ വേണമെങ്കിൽ സീലിംഗ് ചെയ്തതിന് ശേഷമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് വയർ വലിക്കണമെങ്കിൽ കൂടിയ നമുക്ക് ഈ ജംഗ്ഷൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വയർ വലിച്ചെടുക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമാതിരി ടൈറ്റ് കാര്യങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് പിന്നീട് എന്തെങ്കിലും മെയിൻ്റനൻസ് വരുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സ്പാർക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തീ പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.